നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയതാണ്. ഈ വഴി ചിലപ്പോൾ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമായിരിക്കും, അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ മൃഗങ്ങളൊക്കെ കാണുന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഇങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കാണാറില്ലേ ആനയും അതൊക്കെ, റോഡിലൊക്കെ ആന പോകുന്നത്. പക്ഷെ ഇവിടെ കണ്ടു ആനയെ. ഈ വഴി നമ്മൾ കണ്ടത് കുറേ മാന് മാത്രമായിരുന്നു. അപ്പോൾ കിയാരയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെ ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ്. അപ്പോൾ ഇത് തമിഴ്നാട് അല്ലേ? അപ്പം നമ്മളിതാ തമിഴ്നാട് എത്തിക്കഴിഞ്ഞു. മുടുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. എടുത്തു മാന് എടുത്തു. അപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റ് കഴിഞ്ഞു, മുതുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റും കഴിഞ്ഞു. അപ്പോൾ പുലിയെ ഒന്നും കണ്ടില്ല, കുറേ മാനും മയിലും മാത്രമായിരുന്നു. ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കണം, നല്ല വിശക്കുന്നുമുണ്ട്. ചോറും പൊറോട്ടയും ചിക്കനും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല. നേരെ കിയാരയ്ക്ക് കുറച്ച് ചോറും കൊടുത്തു, ഹസ്ബൻഡ് കുറച്ച് ചോറും കഴിച്ചു. ഞാനൊരു പൊറോട്ട കഴിച്ചത് കഷ്ടിച്ചിട്ടായിരുന്നു, കാരണം എന്തോ ഒരു ടേസ്റ്റായിരുന്നു. അങ്ങനെ കളഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. വ്യൂ ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ 462 രൂപ വെള്ളത്തിലായി അല്ലേ. ഇനി വേറെ എവിടെന്നെങ്കിലും നല്ല ഫുഡ് കിട്ടുമോ എന്ന് നോക്കണം. അപ്പൊ ഇതാണ് മസനഗുഡി ടൗണ്. അപ്പൊ ഇവിടുന്ന് ഇനിയും 29 കിലോമീറ്റേഴ്സ് ഉണ്ട്. 1 hour കാണിക്കുന്നുണ്ട് ഊട്ടിയിലോട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം. പണ്ടിങ്ങനെ ഹണിമൂണൊക്കെ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് ഊട്ടിയിലോട്ടാണല്ലോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, എവിടെ പോകുന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഊട്ടിയിൽ നിന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ പോയത് മലേഷ്യയിലോട്ടായിരുന്നു, ഊട്ടിയിലോട്ടല്ല ഹണിമൂൺ ആഘോഷിക്കാൻ. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം പ്ലേസ് ആയിരുന്നു ഊട്ടി. അപ്പോൾ ഇനി ഈ വഴി പോകുമ്പോൾ 36 ഹെയർ പിന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഊട്ടിയിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, എന്നാലും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആരോടും പറയാത്തേന്ന് പറയാം, എന്താണ് റീസൺ എന്ന്. കാരണം വേറൊന്നുമല്ല, കിയാര ഇപ്പം കുറേ ചെറുതാണല്ലോ. അപ്പോൾ ഇവളെയും കൊണ്ട് നമ്മൾ ഊട്ടിയിൽ പോവാം. ഊട്ടി എന്ന് പറഞ്ഞാൽ എന്താ, നല്ലൊരു തണുപ്പ് പ്ലേസും അങ്ങനെയൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവളെയും കൊണ്ട് പോകുന്നത് എന്തായാലും കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. നല്ല തണുപ്പൊക്കെ ആകുമ്പോൾ അത് കുഞ്ഞിക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ പറയുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറയാതെ പോയി. എന്തായാലും എൻ്റെ ഒരു ഡ്രീം പ്ലേസും ആയിരുന്നു. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും മുമ്പേ പറയുമായിരുന്നു നമുക്ക് പോവാം ഊട്ടിയിലോട്ട്. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് പോകാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഇവള് ചെറുതുമാണ്, അപ്പോൾ ഇങ്ങനെയല്ലേ ഓരോ സ്ഥലത്തേക്കും പോകുന്നത്.
ഊട്ടി ടൗൺ എത്തിയപ്പോൾ നല്ല മഴയുണ്ട്. എനിക്കാണെങ്കിൽ ആ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത് ശരിയായിട്ടില്ല. പക്ഷെ ആ കഴിച്ചത് തന്നെ എനിക്കെന്തോ ആവുന്ന പോലെ, തലയൊക്കെ ഉറക്കം വരുന്നതോ എന്താന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തി. അപ്പോൾ ഇവർ നമുക്ക് ഓരോ റൂംസ് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായതായിരുന്നു. അപ്പോൾ ഈ ഒരു റൂം അവരിങ്ങനെ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് കാണിച്ചു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. നല്ല തണുപ്പുണ്ട് കേട്ടോ. കയറിയത് അവർക്കൊക്കെ എഴുന്നേറ്റതാണ്. അപ്പോൾ ഈ ഒരു റൂം അവർ കാണിച്ചു. താഴെയുള്ള ആ ഒരു വുഡൻ ഡോറിൻ്റെ റൂം കാണിച്ചതായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ കപ്പിൾസ് അല്ലേന്ന് അവർ ചോദിച്ചിട്ട് അവർ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള റൂമാണ് ആ ഒരു വുഡൻ ഡോറിൻ്റെത്. അപ്പോൾ നമ്മൾ അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു റൂമും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഹസ്ബൻഡ് സാധനമൊക്കെ എടുത്തിട്ട് വരും. പിന്നെ റൂം വണ്ടിയും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനും ഉണ്ട്. നമ്മൾ പ്ലാനൊക്കെ മാറിയതാണ്. അപ്പോൾ ഇനി റൂം ഒരു 15 മിനിറ്റിൽ അവർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് 1 വീക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിങ്സ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ബാൽക്കണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഊട്ടിയിലെ അടുത്ത വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.